ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2019 റെനോയുടെ ട്രൈബർ എന്ന് പറഞ്ഞ ഒരു 7 സീറ്റർ സബ് 4 മീറ്റർ MPV ഇറക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു വാഹനം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു ഡാറ്റ്സൻ്റെ ഗോ പ്ലസ് ആണ്. പക്ഷേ അത് മാർക്കറ്റിൽ വളരെയധികം ഫ്ലോപ്പായി പോയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. എന്തായാലും ഈ വണ്ടി വന്നപ്പോൾ അങ്ങനെയല്ല, ഇനീഷ്യലി നല്ലൊരു ഹൈപ്പ് ഈ വാഹനത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇഷ്ടംപോലെ ആൾക്കാർ ആദ്യം ഈ വാഹനം വാങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നീട് കാലക്രമേണ ഇഷ്ടംപോലെ വാഹനങ്ങൾ വന്നതുകൊണ്ടും അതുപോലെ സബ് 4 മീറ്റർ, പ്രത്യേകിച്ച് മൈക്രോ SUVs, സബ് 4 മീറ്റർ SUVs എല്ലാത്തിനും ഒരു ക്രേസ് കൂടിയതുകൊണ്ടും ഈ വാഹനം പതുക്കെ ആൾക്കാർ അങ്ങോട്ട് മറക്കാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യമൊക്കെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഏകദേശം മൊത്തമായിട്ട് മറന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. മിക്കവാറും ഒക്കെ ഒരു 300, ഒരു 500, 600, 700 ആ റേഞ്ചൊക്കെ സെയിൽ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ റെനോ ഈ വാഹനത്തിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റ് മോഡൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ അറിയാം. എന്തായാലും ഡിസൈൻ വൈസ് എടുക്കുകയാണെങ്കിൽ ഇതിന് മുന്നത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ലൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വ്യത്യാസം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രില്ല് വ്യത്യാസമുണ്ട്. മറ്റേതിൻ്റെ അകത്ത് ഒരിത്തിരി പഴയ ടൈപ്പ് ലുക്കിംഗ് ആയിരുന്നു ഗ്രില്ല്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഹെഡ്ലൈറ്റ്സിൻ്റെ അകത്തോടെ തന്നെ അതൊന്ന് മെഷ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ഉള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. റെനോയുടെ പുതിയ ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പ്സ് ആണെങ്കിലും മൊത്തം പുതിയതാണ്. അതിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം സെയിം ആണെങ്കിലും അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ടോപ്പ് പോർഷനിലായിട്ടാണ് DRLs വരുന്നത്. മാത്രമല്ല LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴത്തായിട്ട് നമുക്ക് LED ഫോഗ് ലാമ്പ്സും അവൈലബിൾ ആണ്. നേരത്തെ വണ്ടിയിൽ ഫോഗ് ലാമ്പ്സ് ഇല്ലായിരുന്നു, അവിടെ അതിന് പകരം ഒരു ചെറിയ DRL ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ DRLൊക്കെ താഴെ നിരത്ത് മാറ്റി ഡയറക്റ്റ് ഹെഡ്ലൈറ്റ് തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴത്തെ ഒരു സിൽവർ സ്കിറ്റ് പ്ലേറ്റ്, അങ്ങനെ ബമ്പറിൻ്റെ ആണെങ്കിലും ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണാം. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും അവരങ്ങനെ കൊടുത്തിട്ടില്ല. താഴത്തെ ചെറിയൊരു ക്ലാഡിങ് വന്നിട്ടുണ്ട്. ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് സ്റ്റിക്കർ വർക്കാണ്, പണ്ടും സ്റ്റിക്കർ വർക്ക് തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത്. പക്ഷേ ആ ഒരു ഡിസൈൻ പാറ്റേൺ കുറച്ച് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വീൽ ആർച്ചിൻ്റെ ക്ലാഡിങ് ഒക്കെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ക്ലാഡിങ് ആണ്, ഗ്ലോസി ബ്ലാക്ക് ഒന്നുമല്ല, സാധാരണ മാറ്റ് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ അവർ ഇതിൻ്റെ അകത്ത് ഡോർ ഹാൻഡിൽസും ORVM രണ്ടും ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്കിൽ കൊടുക്കുന്നതിനോട് വലിയ യോജിപ്പില്ല. കാരണം ഒരു ചെറിയ ബേസ് മോഡൽ ലുക്ക് ഉണ്ട്. ORVMs പിന്നെ നമ്മുടെ റൂഫ് ബ്ലാക്ക് ആണെങ്കിൽ അതുമായിട്ട് നന്നായിട്ടങ്ങ് ജെല്ലായി പൊക്കോളും. പക്ഷേ ഇതിനകത്ത് എന്തായാലും ഡോർ ഹാൻഡിൽസ് വരെ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പിന്നെ എനിവേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഡുവൽ ടോൺ ഓപ്ഷൻ ഉണ്ട്. പിന്നെ റൂഫ് റെയിൽസ്, അതുപോലെ ആൻറ്റിന ഷാർക്ക് ഫിൻ ആൻറ്റിന നോർമൽ ആൻറ്റിനയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം കാണാം. ചെറുതല്ല, ആക്ച്വലി ഇതിനകത്ത് അലോയ്സ് അല്ല വരുന്നത്, കണ്ട അലോയ്സ് പോലെ ഇരിക്കുമെന്നേ ഉള്ളൂ. പണ്ടും ഇതുപോലെ തന്നെ ആയിരുന്നു, അലോയ്സ് പോലെ ഇരിക്കുന്ന സ്റ്റീൽ വീൽസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതിൻ്റെ അകത്ത് അവരൊരു ക്യാപ്പ് ഇട്ടിരിക്കുന്നതാണ്. 15 ഇഞ്ച് വീൽസ് തന്നെയാണ്, സൈസിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബമ്പറിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. താഴത്തൊരു സിൽവർ സ്കിറ്റ് പ്ലേറ്റ് ഇത്തിരി നീളം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പ്സിലാണ് ഏറ്റവും വലിയ വ്യത്യാസം വന്നിരിക്കുന്നത്. ഒരുപാട് LED എലമെൻറ്റ്സ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ടെയിൽ ലൈറ്റ്സ് സംഭവങ്ങളൊക്കെ വരുന്ന എല്ലാം LED ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ ഇപ്പോൾ റെനോയുടെ ലോഗോയുടെ താഴത്താണെങ്കിലും ചെറിയൊരു ബ്ലാക്ക് കണക്റ്റിംഗ് എലമെൻറ്റ് പോലെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇപ്പോഴത്തെ കണക്റ്റഡ് ടെയിൽ ലാമ്പ്സിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതൊന്ന് മാച്ച് ചെയ്യാൻ നോക്കിയതായിരിക്കും. അതിൽ ലൈറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ്. പക്ഷെ എന്നാലും കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. ഈവൻ ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പം അത്യാവശ്യം മോഡേൺ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഈ അടുത്ത് വന്ന മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ സിമിലർ ആയിട്ടാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ അവർ കുറേയൊക്കെ മാറ്റങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രൈബറിൻ്റെ പുതിയൊരു ലെറ്ററിങ്ങും നമുക്ക് നടുവിലായിട്ട് കാണാം. അതും വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എക്സ്റ്റീരിയർ മൊത്തത്തിൽ അത്യാവശ്യം നല്ലതാണ് ഈ വാഹനത്തിൻ്റെ. പിന്നെ മാഗ്നൈറ്റിലൊന്നും കിട്ടുന്ന പോലെ ഇതിനകത്ത് 360 ക്യാമറയൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നില്ല. റിയർ പാർക്കിംഗ് ക്യാമറ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്ന സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനിലൊക്കെയാണ്. നമുക്ക് ലേ ഔട്ട് ഏകദേശം സിമിലറായിട്ട് തോന്നുമെങ്കിലും റെനോയുടെ ലോഗോ മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള കുറച്ച് പാറ്റേൺസ് ഒക്കെ ആണെങ്കിലും, പിന്നെ തേർഡ് സ്പോക്ക്, താഴത്തെ സ്പോക്കിൻ്റെ ഡിസൈനും അങ്ങനെ മൊത്തത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ലെതർ റാപ്പ് പോലത്തെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് 8 ഇഞ്ചസിൻ്റെ ഇൻഫർടൈൻ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്ലേസ്മെൻറ്റിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഡാഷ്ബോർഡ് ലേ ഔട്ടൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ കൂടുതലും കൈഗറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ലേ ഔട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അകത്തെ കളർ തീമിലാണെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് പോലത്തെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലും ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് ഇതിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ ഇൻഫർടൈൻ സിസ്റ്റം സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ സൈസിൽ വ്യത്യാസമൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന സെയിം 8 ഇഞ്ച് തന്നെ വരുന്നുള്ളൂ. പക്ഷേ പ്ലേസ്മെൻറ്റിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ഡിജിറ്റൽ ആയിരുന്നെങ്കിലും
ക്വിഡിൻ്റെ അകത്തൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നമ്മുടെ പഴയ സ്മാർട്ട് വാച്ചിൻ്റെയൊക്കെ സ്മാർട്ട് വാച്ച് അല്ല, അതായത് പഴയ ഡിജിറ്റൽ വാച്ച് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ പോലത്തെ ഒരു മീറ്റർ ക്ലസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി കളർ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ആൻഡ് അതും നമുക്കിപ്പോൾ മാഗ്നേറ്റ് കയറി തുടങ്ങിയ വണ്ടികളൊക്കെ കിട്ടുന്ന 7-inch ഡിസ്പ്ലേ വരുന്ന ആ ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സോ again അതും വലിയ കുഴപ്പമില്ല. ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാനുവൽ AC ആണ് ഇവരിപ്പോഴും ഈ വാഹനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും മാറ്റി ഓട്ടോമാറ്റിക് AC ആക്കായിരുന്നു, അതായത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡോർ ലോക്സിൻ്റെ മെക്കാനിസവും മാറ്റായിരുന്നു. അതിപ്പോഴും നമുക്ക് ആ ഒരു കോല് പോലത്തെ സാധനം ഡോറിൻ്റെ മുകളിലായിട്ടാണ് കിട്ടുന്നത്, അല്ലാതെ ഡോർ ഹാൻഡിലൊന്നും ഇൻ്റഗ്രേറ്റഡ് അല്ല. പിന്നെ സെൻറ്റർ കൺസോൾ എടുക്കുകയാണെങ്കിൽ അവിടെയും ചെറിയ രീതിയിലുള്ള കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് ആദ്യം ഇത്തിരി സൈഡിലായിട്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ച് നടുവിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ചെറിയ ഓൺ ഓഫ് ബട്ടൺ നമുക്ക് അവിടെ കാണാം, ഓഫും അതുപോലെ ക്രൂസ് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ സെറ്റ് പ്ലസ് മൈനസ് സാധനങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് ഉണ്ട്. ഒരു ചെറിയ പ്രശ്നം വേറെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്, അതായത് 5 സ്പീഡ് AMT ഉള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ക്രൂസ് കൺട്രോൾ ഇല്ല. അതെന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മാനുവലിൽ മാത്രമേ ക്രൂസ് കൺട്രോൾ ഉള്ളൂ. പിന്നെ വയർലെസ് നമുക്ക് ഫോൺ ചാർജിങ്ങും അതിൻ്റെ താഴത്തെ ഒരു പാനലിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത വ്യത്യാസം വന്നിരിക്കുന്നത് സീറ്റ്സിൻ്റെ ഒരു കളർ കോമ്പിനേഷനിലാണ്. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ അവർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുക്കുന്നില്ല. അഗെയിൻ കൊടുക്കാവുന്നൊരു സംഭവം ആയിരുന്നു, പക്ഷേ കോസ്റ്റ് കൂടുന്നുണ്ടായിരിക്കാം. എന്തായാലും കളർ തീമിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡുമായിട്ട് സിമിലറായിട്ട് നിൽക്കുന്ന ഒരു കളർ തീമാണ് ഇതിൻ്റെ അകത്ത് നടുവിലത്തെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാം ബ്ലാക്ക് ആണ്. അതുകൊണ്ട് ആ ഒരു ഡിസൈനും കാണാൻ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു പുതുമയുണ്ട്. മറ്റത് ഒരു ഇത്തിരി പഴഞ്ചൻ ഡിസൈനായി വരാൻ തുടങ്ങിയായിരുന്നു. സ്പേസിൻ്റെ കാര്യത്തിലൊന്നും ഇനി വാഹനത്തിലൊരു കുഴപ്പമില്ല. സപ്പോമീറ്റർ എന്നുള്ള രീതിയിൽ നോക്കുമ്പം നമുക്കിതിനകത്ത് ഇഷ്ടം പോലെ സ്പേസ് അവൈലബിൾ ആണ്. നന്നായിട്ട് അവർ ഒപ്റ്റിമൈസും ചെയ്തിട്ടുണ്ട്. ഈവൻ തേർഡ് റോയിലാണെങ്കിലും നടുവിലത്തെ പാസഞ്ചേഴ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ റോയിൽ വലിയ കുഴപ്പമില്ലാതെ ആൾക്കാർക്ക് ഇരുന്ന് പോകാൻ പറ്റും. ഇനി അതല്ല അവർക്ക് നേരത്തെ പോലെ, അതായത് നിങ്ങൾക്ക് നേരത്തെ പോലെ ബാക്കിലത്തെ സീറ്റ് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ റിമൂവബിൾ സീറ്റ് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് റോ മാക്സിമം സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെയും ഇഷ്ടംപോലെ സ്ഥലം കിട്ടുന്നുണ്ട്. സോ അക്കാര്യത്തിലൊന്നും വേറെ കുഴപ്പമില്ല. ഈവൻ സേഫ്റ്റി ഫീച്ചേഴ്സിലാണെങ്കിലും നമുക്ക് 6 എയർ ബാഗ്സ്, ABS, CBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. 6 എയർ ബാഗ്സ് ഒക്കെ ഇതിനകത്ത് ഇപ്പോൾ ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിലോട്ട് വരികയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതൊന്ന് മാറ്റാമായിരുന്നു. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. എനർജി സീരീസിൽ വരുന്ന എഞ്ചിനാണ്. അതുകൊണ്ട് 72 bhp 96 Nm ടോർക്കേ വരുന്നുള്ളൂ. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചധികം ലാഗിയാണ്. പിന്നെ ഓടിക്കാനും വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനൊന്നും അല്ല. ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ അവർ മാഗ്നൈറ്റിലും കൈകറിലൊക്കെ കൊടുത്താൽ ടർബോ പെട്രോളിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നിസാൻ്റെ ഈ വണ്ടി ബേസ്ഡ് ആയിട്ടുള്ളൊരു പുതിയ വണ്ടി വരുന്നുണ്ട്, ഡ്രൈവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു MPV. അതിലും നിസാൻ ടർബോ പെട്രോൾ ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കാൻ ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവർ 2020 മുതൽ റെനോ ഇതിനകത്ത് ടർബോ പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞ് വണ്ടിയുടെ ലോഞ്ചായിട്ട് ഇതുവരെ ടർബോ അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണൊരു പ്രശ്നം. അതുകൊണ്ട് ഇനിയിപ്പോൾ പവർ നോക്കി, അതായത് ഇത്രയും പേരെ കയറ്റിക്കൊണ്ട് പോകുമ്പം കുറച്ച് പവറും കൂടെ വേണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വണ്ടി നോക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായും ഇനിയെങ്കിലും ടർബോ പെട്രോൾ അവർ ഓഫർ ചെയ്യണമായിരുന്നു. നമുക്ക് മാഗ്നൈറ്റിലും കൈകളിലൊക്കെ ടർബോ പെട്രോൾ കിട്ടുന്നുണ്ട്. 100 bhp 160 Nm ടോർക്കാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് തന്നെ CVT ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. 152 Nm ടോർക്ക് ഇത്തിരി കുറയും, അത്രയും വ്യത്യാസമുള്ളൂ. പക്ഷേ നല്ലൊരു എഞ്ചിനാണ്, അത്യാവശ്യം നല്ല പെപ്പിയാണ്, പവർഫുള്ളാണ്. CVT വരുമ്പോഴേക്കും ടർബോ പെട്രോൾ ആയതുകൊണ്ട് തന്നെ റബ്ബർ ബാൻഡ് എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. എനിവേ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയേണ്ടി വരും. ഇനി അതല്ലാതെ വ്യത്യാസങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. ഈ വണ്ടി സത്യം പറഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ഈ ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രൈസ് കൂട്ടാതെ, പക്ഷേ എന്നാൽ ആവശ്യത്തിനുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. എക്സ്ഷോറൂം എടുക്കുകയാണെങ്കിൽ 12,000 മുതൽ 42,000 രൂപയുടെ അടുത്ത് വരെ വാഹനത്തിന് പ്രൈസ് കൂടിയിട്ടുള്ളൂ. സോ അതത്ര ഭയങ്കര ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള വ്യത്യാസമാണെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം വ്യത്യാസം തോന്നും, പക്ഷേ പ്രൈസ് എടുക്കുമ്പം അങ്ങനെ അത്രയും വന്നിട്ടുമില്ല. സോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 6.29 lakhs ആണ്. ഇതിൻ്റെ വേരിയൻസിൻ്റെ പേരുകളെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒത്തൻറ്റിക്, എവല്യൂഷൻ, ടെക്നോ, ഇമോഷൻ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത്. ബേസ് മോഡൽ 6.29 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ് 7.24 ആൻഡ് അതിൻ്റെ മുകളിലത്തെ 7.99. മാനുവലിൻ്റെ ടോപ്പ് എൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 8.64 lakhs ആണ്. ഇതുവരെയാണ് ഇതിൻ്റെ പ്രൈസ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ 52,000 രൂപയോളം കൊടുക്കണം. 9.16 lakhs ആണ് ഇതിൻ്റെ ഇമോഷൻ AMT മോഡൽ വരുന്നതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. പക്ഷേ ബാക്കി ചില വേരിയൻസിലും കൂടെ AMT അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ടോപ്പിൻ്റെ മാത്രമല്ല, മിക്കവാറും നമുക്ക് ടെക്നോയിലും കൂടെ കിട്ടുമായിരിക്കും. എന്തായാലും അതിനെപ്പറ്റി ഒരു ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. 52,000 ആണ് എക്സ്ട്രാ വരുന്നത് മാത്രം.
എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. റെനോ ഇനിയിപ്പം കുറച്ച് വണ്ടികൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ പുതിയ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള SUV ആയിരിക്കും. അതായത് ഡാഷ്യ ഡസ്റ്റർ പുതിയത് വന്ന് റെനോയുടെ ഡസ്റ്റർ ഇൻ്റർനാഷണലി വന്നായിരുന്നു. അതുപോലെ ബോറിയൽ എന്ന് പറഞ്ഞൊരു പുതിയ SUV അവർ അടുത്ത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ പേരിൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും അതിൻ്റെ ഒരു 7 സീറ്റർ മോഡലും അവർ ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക്. ഈ രണ്ട് വാഹനങ്ങളിലും ഹൈബ്രിഡ് പവർ ട്രെയിനും വരും എന്ന് പറയുന്നുണ്ട്. കണ്ടറിയാം എന്താവും എന്നുള്ളത്. എന്തായാലും കുറച്ച് വണ്ടികൾ ഇറക്കാതെ ഇങ്ങനത്തെ വണ്ടികൾ വെച്ച് റെനോയ്ക്ക് ഇനിയിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ട്രൈബർ ഫേസ് ലിഫ്റ്റ് ഇറക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ കൈഗർ ഫേസ് ലിഫ്റ്റും വരുമായിരിക്കും. കാരണം രണ്ടിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ അവർ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇതുപോലത്തെ മാറ്റങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇനി കൈഗറിലും പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ റെനോ ട്രൈബർ ഫേസ് ലിഫ്റ്റിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.